ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തായ രൂപം വയറിനെ മൂന്നായി തിരിക്കുക എന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വന്ന കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മലഅ ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിൻ. തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചു വെച്ചിട്ടില്ല. ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ വാതിലിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത്? അവൻ്റെ ഭക്ഷണം കൊണ്ടാണ്. അപ്പോൾ പോകുന്ന അവനും അറിയാം, ചികിത്സിക്കുന്ന ഡോക്ടർക്കും അറിയാം. മാ മലഅ ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്ൻ. വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും ഒരാൾ നിറച്ചു വെച്ചിട്ടില്ല. ബിഹസ്ബി ഇബ്നി ആദം ഉകുലാത്തുൻ യുഖിംന സുൽബഹു. ആദം സന്തതിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുതുകിനെ നേരെ നിർത്താൻ കുറച്ചു പിടി ഭക്ഷണം കഴിച്ചാൽ അവന് മതിയാകുന്നതാണ്. അവന് നേരെ നിൽക്കണമെങ്കിൽ അത്ര മതി. ഫഇൻ കാന ലാ മഹാല, അവന് കുറച്ചധികം കഴിക്കണമെങ്കിൽ ഫസുലുസുൻ ലിതഅമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫസിഹി. അവൻ്റെ വയറ്റിൻ്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 ശ്വാസം എടുക്കാൻ വേണ്ടി. ഇങ്ങനെ 3 ഭാഗങ്ങളായി അവനവൻ്റെ വയറിനെ മാറ്റിവെക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കാം. അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഹാദൽ ഹദീസ് അസ്ലുൻ അസീമുൻ ജാമിഉൻ ലിഉസൂലി തിബ്ബി കുല്ലിഹാ. വൈദ്യശാസ്ത്രം, വൈദ്യം എന്ന് പറയുന്നതിൻ്റെ എല്ലാ അടിത്തറകളെയും ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ഈ ഹദീസ് ഒരാൾ പാലിച്ചാൽ അവൻ്റെ വൈദ്യം മതി. നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിച്ചോളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇതിനേക്കാൾ ജാമിആയ, ഇതിനേക്കാൾ പരിപൂർണമായ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വൈദ്യോപദേശം ഇനി വേറെ തരാനില്ല.